ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഒരു സെൽഫി സ്റ്റിക്കിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് സെൽഫി സ്റ്റിക്കിൻ്റെ ബോക്സ്. ഇതിനുള്ളിൽ സെൽഫി സ്റ്റിക്ക് ഉണ്ട്. സംഭവം ഇത് ഞാൻ പാലക്കാട് ന്യൂ ആരോമ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലത്തെ കടയിൽ നിന്ന് മേടിച്ചാണ്. ഒരു 550 രൂപ ആയിട്ടുണ്ട് ഇതിന്. എന്നാലും നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇതാണ് സാധനം. ഇത് നമുക്ക് ഇത്രയും നീളമുള്ളൂ. നമ്മൾ ഏകദേശം ഒരു കൈൻ്റെ നീളം വരും. കുഴപ്പമില്ല. എന്നാലും നമുക്ക് മാക്സിമം വീഡിയോ എടുക്കാനൊക്കെ പറ്റും. ഒരുപാടൊന്നും കിട്ടില്ല, എന്നാലും ഒരു ലെവലിൽ കിട്ടും. കുഴപ്പമില്ല. എന്നാലും വലിയ ഷെയ്ക്കില്ലാതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത്. ഇതാണ് ഇതിൻ്റെ സെൽഫി സ്റ്റിക്കിൻ്റെ റിമോട്ട് എന്ന് പറയുന്നത്. ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ ഇത് വെളിയിലോട്ട് എടുക്കാം. ഇത് ഓണാക്കണം എന്നുണ്ടെങ്കിൽ ഈ ക്യാമറ പോലെ കാണുന്ന ആ സാധനത്തിൽ പിടിച്ചിട്ട് ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ അത് ഓണായി. കണ്ടോ, ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇത് ചാർജ് കുറവാണ്, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് കുറച്ച് നേരത്തിന് എടുക്കാം. പിന്നൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സംഭവം. ഞാൻ പറയാൻ വന്നത് ഇത്തിരി തുറക്കുന്നു. ഇത് കണ്ടോ, ഇത് നമുക്ക് അത്യാവശ്യം ലൈറ്റ് ഇല്ലാത്ത സമയത്തൊക്കെ വീഡിയോ എടുക്കാൻ പറ്റും കേട്ടോ. ഇതിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടണിൽ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ഇതാണോ വെട്ടം. അത്യാവശ്യം നമുക്ക് നല്ല വെട്ടമൊക്കെ കിട്ടും. കണ്ടോ, വെട്ടം കണ്ടോ. ഒന്നും കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ ഡബിൾ പവർ വരും ഇതിൽ. ഇതിലൊന്നും കൂടെ ഞെക്കി അപ്പോൾ ഒന്നുകൂടെ പവർ കൂടി. ഉണ്ടോ, ഇത് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഇതിലൊരു ടൈപ്പ് സി അല്ല, അതിൻ്റെ ചെറിയ പിന്നാണ് ഇതിൽ വരുന്നത് കേട്ടോ. കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് രാത്രിയിലെല്ലാം വീഡിയോ എടുക്കാൻ പറ്റും. ഇതൊരു നല്ലൊരു സംഭവമാണ്. 550 രൂപയ്ക്ക് ഇതും കൂടെ കിട്ടിയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിതിൽ ഫിറ്റ് ചെയ്ത് വയ്ക്കാം. ഫിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇതിൽ ഫോൺ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സെൽഫി സ്റ്റിക്കിൽ റിമോട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ അതിൽ ബ്ലൂടൂത്ത് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്ത് അതിൽ സെൽഫി സ്റ്റിക്ക് എന്നുള്ളൊരു അതിൻ്റെ പെയർ നെയിം വരും. ആ നെയിം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കണക്റ്റ് ആവും സംഭവം. അതുപോലെ തന്നെ അതിലെ ബ്ലൂടൂത്ത് നമ്മൾ ഓഫാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ റിമോട്ട് ഓഫ് ആവുകയും ചെയ്യും കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ഫോൺ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഇതൊന്ന് മുകളിലേക്ക് ഇങ്ങനെ പയ്യെ പൊക്കുക. ഇതും ഇങ്ങനെ പൊക്കുക. ഇത് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ സംഭവം ഇതായി. ഈ ഫോൺ എടുക്കാം കേട്ടോ. ഈ അടിയിലെ ഈ നോബ്, ഈ സാധനം ഫോൺ സെറ്റ് ചെയ്യുന്ന ആ സാധനം ഇത് പിടിച്ച് ഇങ്ങനെ ബാക്കിലോട്ട് വലിക്കുക. ബാക്കിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫോൺ പയ്യതാ അങ്ങനെ കറക്റ്റായിട്ട് വെക്കാം. എന്നിട്ട് ഇവിടെ ഈ സാധനം ടൈറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ ഫോൺ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. സിമ്പിൾ പരിപാടിയാണ്. ഇതിൽ ഇത്രയൊക്കെ വരുള്ളൂ കേട്ടോ. ഇത്രയൊക്കെ ലോങ് റേഞ്ചേ കിട്ടുള്ളൂ. വലിയ ഇതായിട്ടൊന്നും കിട്ടില്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം ഷെയ്ക്കില്ലാതൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. ഇതുകൊണ്ട് നല്ല സാധനമാണ്. ചെറിയൊരു ക്വാളിറ്റി പ്രശ്നമുണ്ട്. അത് നമ്മൾ ഫോണും ഇതെല്ലാം വെക്കുമ്പോൾ കുറച്ച് ചെറുതായിട്ടൊന്ന് വളയുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. എന്നാലും കുഴപ്പമില്ല. 550 രൂപയ്ക്ക് ഇങ്ങനത്തെ സെൽഫി സ്റ്റിക്കും ആ ലൈറ്റെല്ലാം കിട്ടിയല്ലോ. കുഴപ്പമില്ല. ഇങ്ങനെ അത്രയൊക്കെ കിട്ടുള്ളൂ. കണ്ടോ, അങ്ങനെ വരാം. ഇത്രയൊക്കെ വരും. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നന്നായിട്ടുണ്ട്. ഷേക്കില്ലാതെയൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. വീഡിയോ കാണുമ്പോഴേ അതിനെ പറ്റി അറിയുള്ളൂ. ഷേക്കില്ലാതെയൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. ഇത് നമുക്ക് ട്രൈപോഡായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. 3 ഉണ്ട്. എന്നാലും ഒരുപാട് ഹൈറ്റിലൊന്നും ആക്കാൻ പാടില്ല. ചെറിയൊരു കാറ്റ് വന്നു കഴിഞ്ഞാൽ മറിഞ്ഞു വീഴും. അത്രയ്ക്കുള്ള ആരോഗ്യം ഇതിനുള്ളൂ. നമുക്ക് നോക്കിക്കോടാ എത്ര വലിപ്പം വരും നോക്കാം. ഇത്രയും വലിപ്പം വരും. നമ്മളൊരു ചെറിയ അൺബോക്സിങ് വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ താഴെ വെച്ചിട്ടൊന്നും എടുക്കാൻ പറ്റൂല. നമ്മൾ ഇരിക്കുന്ന സീറ്റ് പിന്നെ ഒരു ചെറിയൊരു മേശ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഫാനൊന്നും ഇടാൻ പാടില്ല. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ അപ്പം മറിഞ്ഞു വീടും. അപ്പോൾ
ഇത് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ആണോ, ഇതിപ്പോൾ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്, കാറ്റൊന്നുമില്ല, കാറ്റില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. കാറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ മറിഞ്ഞു വീണു. അതുകൊണ്ട് അതിൻ്റെ മുകളിലുള്ള വെട്ടം നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടെ ലോങ് നിന്നാലും അത്രയൊന്നും കിട്ടൂല, എന്നാലും കുറച്ചുകൂടെ അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫേസിലൊക്കെ നന്നായിട്ട് വെട്ടം കിട്ടും, കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെയാണ് സ്റ്റാൻഡ്, കണ്ടില്ലേ, ഇതൊക്കെ തന്നെയാണ് സ്റ്റാൻഡ്. ഇതിൻ്റെ ബാക്ക് വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സാധനം തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും ചൂസ് ചെയ്യുക. തുടക്കക്കാരും നമ്മളെ പോലെയുള്ള തുടക്കക്കാർക്കൊക്കെ ഇത് തന്നെയാണ് ഏറ്റവും ബെറ്റർ, കേട്ടോ. ഈ വീഡിയോൻ്റെ തുടക്കം മുതൽ എടുത്തത് എൻ്റെ മോളാണ് കേട്ടോ. വേറൊരു വീഡിയോഗ്രാഫറാണ്. ആ മോളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വാ. ഇതാണ് എൻ്റെ മോള്, മൂത്ത മോളാണ് കേട്ടോ. എനിക്ക് 2 മക്കളാണ്. ഒന്ന് ചെറുത് 1ാം ക്ലാസ്സിൽ പഠിക്കും. അവള് ഞാൻ അടുത്ത വർഷം 5ലേക്കാണ്. സ്കൂളിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് കണ്ടോ. ഡ്രസ്സ്, യൂണിഫോം എല്ലാം സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഇവളാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് മുമ്പ് വരെ. പിന്നെ ഞാൻ സെൽഫി ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കി എടുത്തു. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് ഇടാൻ നമുക്ക് ശ്രമിക്കാം. കുറച്ച് നല്ല കണ്ടൻറ്റുകൾ കിട്ടുമോ നോക്കട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോ എന്തായാലും ഇടാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ എല്ലാവരും ഒന്ന് സഹകരിക്കണം. ഇത് നമ്മുടെ 2ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വരും വഴി ബെല്ലൈക്കൻ്റെ ബട്ടനും കൂടെ ഒന്ന് ഓളിലിട്ട് വിടുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. തുടക്കമാണ്, കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ട്, അതൊന്ന് നിങ്ങൾ ക്ഷമിച്ച് കളയാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.